നമ്മളതിന് നടന്നുറക്കലാണ്. ബാക്കി നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. പിന്നെ വണ്ടിയുമൊക്കെ പോകുമ്പോ എല്ലാവരും ഹെൽമെറ്റ് വെച്ച് പോകാൻ നോക്കുക. പിന്നെ ശ്രദ്ധിക്കുക ഗൈസ്. നമ്മളിപ്പോ അമ്മ വീട്ടിലേക്കാണ് പോകുന്നത്. അമ്മ അവിടെ തൃശ്ശൂർ തന്നെയാണ്. അപ്പോൾ കുറച്ച് ലഗേജ് ഒക്കെ ഉണ്ട്. നമ്മൾ 2 ദിവസം സ്റ്റേ ആണ്. അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നേരെ പോകാനുള്ള പ്ലാനിലാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. തിരിച്ചു വരുമ്പോൾ ഒരു എങ്ങനെയാണ് രക്ഷയിലെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ രക്ഷയിലെത്ത ബ്ലോക്കാണ് ഗൈസ്. നമ്മുടെ നാളെ തുറക്കല് അനുബന്ധിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മള് അങ്ങനെ പോയോണ്ടിരിക്കുന്നത് രക്ഷയില് ഗൈസ്. നല്ല വെയില. നമ്മളിപ്പോ ബസ്സിന്റെ തണലും മറം പിടിച്ച സൈഡിൽ കൂടെ പോവാണ് രക്ഷയില്. ഇപ്പൊ നമ്മള് ഉല്ലൂരെത്തി. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പൊ നമ്മള് അമ്മ വീട്ടിലൊക്കെ പോയി ലഗേജൊക്കെ ഇറക്കി നേരെ നമ്മള് നടന്നുറക്കലിന് നടക്കുന്നതാണ് ഇവിടെ ഗൈസ്. നമ്മളപ്പോ റൗണ്ടിലൊക്കെ എത്തി. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പിലാണ്. വണ്ടി എവിടെ പാർക്ക് ചെയ്യുന്നതാണ് ഗ്യാപ്പും കിട്ടുന്നില്ല ഗൈസ്. നമ്മളപ്പോ സ്ഥലത്തെത്തി. തിരക്കൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് പാറ്റ് കാണാം. നല്ല വെയിലുണ്ട്. അതിന് നമ്മൾ മരത്തിന്റെ തണലൊക്കെ ഫുള്ള് സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. തൊപ്പി തോർത്ത് നല്ല സെറ്റപ്പ്. അതായത് വേർത്ത് വിളിക്കുന്നത് കാലൊക്കെ കളിച്ച് അപ്പോൾ മരത്തിന്റെ കീഴിൽ വന്നിരിക്കുക. നമ്മളും എപ്പോൾ തുറക്കുന്നതാണ് നിന്റെ ഒരു നിഗമനം. 12 മണി വഴി പോയി നോക്കാം. പിന്നെ 11 കാലായി. എന്തോ ഞാൻ അവിടെ വെച്ച് കാണാൻ. ബാക്കി ഗൈസ് ഇതുവരെയ്ക്കുന്ന വീഡിയോ നമ്മൾ ആർട്ട് ഓഫ് അർജുന പേജിൽ ഇട്ടിട്ടാ. നട തുറക്കൽ കഴിഞ്ഞാൽ പിന്നെ പോയി നമ്മൾ ചമയം കാണാൻ കേട്ടാ. ചമയം കാണുമ്പോൾ ഇപ്പോൾ നിറച്ച് പോലീസുകാരി. അങ്ങനെ നമ്മൾ ചമയത്തിനോട് ലൈനൊക്കെ നിന്ന് അത്യാവശ്യം ചെറിയ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സമയത്തിനുണ്ട് കയറിയിട്ട് അപ്പോഴാശ്വാസമായി. വെയിലത്തൊന്നും മാറിയില്ല. കുടനെ കുറിച്ച് പറഞ്ഞിക്കറിയില്ല. എന്നാലും അടിപൊളി കുടകളൊന്നും പറയാനില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞേക്കവൻ്റെ സമയത്തിനുള്ളിൽ കയറിയ ഓരോ കുടകളൊക്കെ കണ്ടുട്ടാ. എല്ലാ കുടകളും ഒന്നിനൊന്നും വെച്ചാൽ നമ്മൾ അടിയത്ത് നിലയിലും മുകളിൽ എല്ലാ കുടകളും സ്പെഷ്യൽ കുടകളൊക്കെ കണ്ട് നമ്മൾ പിന്നെ ഇറങ്ങി. പരിപാടി കഴിഞ്ഞ് ഇറങ്ങി. നമ്മളിപ്പോ പാർമേക്കവിന്റെ സമയം കഴിഞ്ഞു. നമ്മൾ തിരുവമ്പാടിയുടെ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയത്തിനോടെ എത്തിയിട്ടുണ്ട്. തിരുവമ്പാടിയെ കണ്ടിട്ട് ബാക്കി പറയാം. നമ്മുടെ പരിപാടി ഇങ്ങനെ ശരിയായി കഴിഞ്ഞ് തങ്ങളുടെ ഉണ്ട്. ആ കത്തി തവിട്ട് പൊടി എനിക്ക്. അപ്പം അങ്ങനെ നമ്മൾ തിരുവമ്പാടിയിലെ ആനചങ്ങത്തിൻ്റെ അവിടെ എത്തി. കൂടുതലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലാണ് തിരുവമ്പാടിയുടെ സ്പെഷ്യൽ കുടകൾ. അങ്ങനെ ഒരു 4-5 എണ്ണം ഉണ്ട് തിരുവമ്പാടിയുടെ സ്പെഷ്യൽ കുടകൾ. ഒരു വെറൈറ്റി സാധനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നമ്മൾ തിരുവമ്പാടിയുടെ സമയം കണ്ടു. ഇറങ്ങി. തിരുവമ്പാടിയിലൊന്നും പറയില്ല. സീന് കുടകൾ സ്പെഷ്യൽ കുടകൾ. ഞങ്ങളിത് അപ്പം ഇനി പോകണത് നമ്മൾ ആനകളെ കാണാൻ പോവാണ്. ഇപ്പം 5 മണി 5:30 ഉണ്ട്. അങ്ങനെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആനകളാട്ടതൊക്കെ നമ്മുടെ ഫിറ്റ്നസ് ടെസ്റ്റിന് വേണ്ടി വരുന്ന ആനകളാണ്. നമ്മുടെ മെയിൻ പൂരത്തിന് വേണ്ടി നിൽക്കാൻ വരുന്ന ആനകളാട്ടതൊക്കെ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മളെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ നമ്മളങ്ങനെ ആനകളൊക്കെ ഉണ്ട് വന്ന് അന്നത്തെ ദിവസം കഴിച്ചു. 2ാമത്തെ ദിവസം. ഇന്ന് നമ്മളിനി അങ്ങനെ കടയിൽ പോയി പറ വയ്ക്കാനാണ് ഇനി പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി അവിടെ വെച്ച് കാണാം. അങ്ങനെ നമ്മുടെ കടയുടെ മുന്നിലേക്ക് പറ വയ്ക്കാനായിട്ട് ആന വന്നു. നമ്മളങ്ങനെ പറയൊക്കെ വെച്ചു. അങ്ങനെ ആ പറ വെച്ച് ആന പോണ കാഴ്ചയാണിത്. ഇതാണ് നമ്മുടെ മാമൻ്റെ കടാട്ട. സുരേഷ് കഫേ എന്നാണ് പേര്. അപ്പോൾ നമ്മൾ പോണത് പാർമേക്കാവിൻ്റെ ഫ്രണ്ടിലെ കുടമാറ്റം കാണാനാണ് പോണത്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. അത് കഴിഞ്ഞ് നമ്മളിതേ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചൂടത്തുനിന്ന് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ച് നമ്മളിതേ മടത്തിലൊരു കാണാനാണ് പോകുന്നത്. തിരുവമ്പാടിയിലെ പഞ്ചവാരി കാണാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മടത്തിലൊരു കാണാൻ പോകുമ്പോഴാണ് നമ്മൾ ഘടകപൂരം കണ്ടത്. അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം കണ്ട് ആസ്വദിച്ച് നിന്നിട്ട് നമ്മൾ നേരെ മടത്തിലൊരു കാണാൻ പോയി. അപ്പോൾ നമ്മൾ മടത്തിലൊരു കാണാൻ പോണ കാഴ്ചയാണ് ഇത്. നമ്മൾ പോണ വഴിക്ക് 2 ആൾ സംഭാരം അടിച്ച് നേരെ പോയി. അവിടെ ചെന്നപ്പോൾ മതിലും ഫ്ലാറ്റിനും ഒക്കെ ആൾക്കാരിന്ന് ആസ്വദിക്കുക. നമ്മളതിൻ്റെ ഒപ്പം കൂടെ പിടിച്ച് ആസ്വദിച്ചു. ഒരു മരത്തിന്റെ കീഴിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഇലഞ്ഞിത്ര മേളത്തിനുള്ള വെയിറ്റിംഗ് ഫോർ ഇലഞ്ഞിത്ര മേളം. മാവോയിസ്റ്റാണ് നമ്മുടെ കൂടെയുള്ള മാവോയിസ്റ്റ്. മണ്ടന്മാരാണ് കാഴ്ച. നമ്മള് തൊപ്പിയെങ്കിലും വെച്ചിട്ടുണ്ട്. സൂര്യാഘാതം ചത്തു. എന്താ ചെയ്യാ? പോണ വഴിക്ക് നോക്കുമ്പോൾ തിരുവമ്പാടിയുടെ കുടകളിൽ കുടമാറ്റത്തിന് വേണ്ടി ഇറക്കാൻ കാഴ്ച കണ്ടു. അങ്ങനെ നമ്മൾ തെക്കേ ഗോപിനാടെ ഉള്ളിൽ കൂടെ ഇലഞ്ഞിത്രമേളത്തിനായി കയറുക. നമുക്ക് ആ വടക്കുന്ന ഉള്ളിൽ കയറുന്ന ഒരു എനർജി ഉണ്ട്, പോസിറ്റീവ് എനർജി. അപ്പോൾ നമ്മൾ ഇലഞ്ഞിത്രമേളം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി കുറച്ച് റെസ്റ്റ് എടുത്ത് പൂരങ്ങളുടെ കുടമാറ്റത്തിനാണ്ട് കയറി. നമുക്ക് ഇപ്രാവശ്യം വലിയ തിരക്കില്ലാതെ ഉള്ളിൽ കയറി നിന്നു. കുടമാറ്റം കണ്ട് തിരുവമ്പാടിയിൽ കണ്ട് പാർമേക്കാവിൻ്റെ കുടമാറ്റം കണ്ടു. നമ്മള് ഇന്നലത്തെ രാത്രി പൂരം കണ്ടത്. ഇപ്പൊ പകൽപ്പൂരം കാണാൻ പോകാട്ടാ.
അങ്ങനെ ആ പകൽപൂരത്തിൻ്റെ അവിടെ എത്തി. ഞങ്ങൾ ആ പൂരമൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കുറച്ച് നേരം പൂരം കാണും. അങ്ങനെ നമ്മൾ ആ പൂരം കണ്ട് പോകുമ്പോഴാണ് ഈ കഥനയിൽ മരുന്ന് ഇറക്കുന്നത് കണ്ടത്. അങ്ങനത്തെ ഈ കഥനോടുകൂടി പറഞ്ഞൊക്കെ അവരെ പൂരം കഴിഞ്ഞിട്ടാ. തിരുവമ്പയുടെ പൂരം കൂടി കഴിഞ്ഞ് ഉപചാരം ചൊല്ലലിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചയാട്ടത്. അങ്ങനെ തിരുവമ്പയുടെ പൂരം കഴിഞ്ഞ് ഉപചാരം ചൊല്ലലിന് വേണ്ടി പാർമേക്ക പകുതി വരുന്ന കാഴ്ചാട്ടാ. അങ്ങനെ തിരുവമ്പയുടെ പകുതി വന്ന് രണ്ടുപേരുടെ ഉപചാരം ചൊല്ലി കഴിഞ്ഞ് അടുത്ത പോലും കാണാമെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ പൂരം കഴിഞ്ഞിട്ടാ. കൊല്ലത്തെ പൂരത്തിനെ കുറിച്ച് എന്തിന്റെ അഭിപ്രായം? നല്ല വെയിലാണ് കാര്യം. ഇവിടെ അടിപൊളിയായി. കുടമാറ്റായാലും ചെറിയ രീതിക്ക് അടിപൊളിക്ക് പകൽപ്പുരം കഴിഞ്ഞ് ഉപചാരം ചൊല്ലി മാമ്പിട്ട് കൊല്ലത്തെ പൂരം ഉപചാര ചൊല്ലോട് കഴിഞ്ഞിട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കനെ എനേബിൾ ചെയ്യുക. വേറെ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേഷൻ കിട്ടും. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.